യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒരു ബ്രാൻഡ് അക്കൗണ്ടായിട്ട് തുടങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന URL, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിലൂടെ മാത്രം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള 2-3 റെയർ ആയിട്ടുള്ള പ്രയോജനങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് URL തന്നെ പറയാം. ഇത് മാനേജ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ബ്രൗസർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഫോൺ ഉപയോഗിച്ച് ബ്രൗസറിൽ ചെയ്യാനും സാധിക്കുന്നതാണ്. ചാനൽ തുടങ്ങുമ്പോൾ ബ്രാൻഡ് അക്കൗണ്ട് തുടങ്ങിയാലുള്ള പ്രയോജനം, നമ്മുടെ ഗൂഗിൾ ജിമെയിൽ അക്കൗണ്ടിൽ നിന്നും വ്യത്യസ്തമായ ഒരു ബ്രാൻഡായിട്ടാണ് ഈ ബ്രാൻഡ് അക്കൗണ്ട് വരിക. അതേസമയം തന്നെ നമ്മുടെ ഇമെയിലിൻ്റെ അണ്ടറിലാണ് ഈ ബ്രാൻഡ് വരുന്നത്. അതുകൊണ്ട് ഇതിനു വേണ്ടി പ്രത്യേകം ഇമെയിൽ തയ്യാറാക്കേണ്ട ആവശ്യവുമില്ല. ഒരു ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഭാഗമായി നമുക്ക് കുറേ ബ്രാൻഡ് അക്കൗണ്ടുകൾ തുടങ്ങാവുന്നതാണ്. പിന്നീട് നമുക്ക് ഈ യൂട്യൂബ് ചാനൽ മറ്റൊരാൾക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ഇമെയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രാൻഡ് അക്കൗണ്ടായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മുടെ ഇമെയിലുമായി ബന്ധപ്പെട്ട ചാനലുകളും ബ്രാൻഡുകളും എല്ലാം കാണുന്നതിന് ഈ URLിലേക്ക് പോവുക. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. ഇവിടെ നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാനും പുതിയ ചാനൽ ആഡ് ചെയ്യാനും മാനേജ് ചെയ്യാനും സെറ്റിങ്സ് മാറ്റാനുമുള്ള ഓപ്ഷൻസ് കാണാം. ഇതിൽ മാനേജ് യുവർ ചാനൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ചാനലിന് നൽകാൻ ഉദ്ദേശിക്കുന്ന പേര് ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ബട്ടൺ അമർത്തുക. ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ മുകളിലുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇമെയിൽ അക്കൗണ്ടുകൾ, അതിന് താഴെയുള്ള ബ്രാൻഡ് അക്കൗണ്ടുകൾ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇനി പുതിയതായി ഉണ്ടാക്കിയ യൂട്യൂബ് ചാനൽ മാനേജ് ചെയ്യാനായിട്ട് ഈ URL പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇമെയിലും അതിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ അതിന് താഴെയുള്ള യൂട്യൂബ് ബ്രാൻഡുകളും കാണാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചാനലും കാണാം. ഇനി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മാത്രം നമുക്ക് കിട്ടുന്ന വളരെ റെയർ ആയിട്ടുള്ള 3 പ്രയോജനങ്ങൾ പറയാം. ആദ്യത്തേത് സ്കിൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം 1-2 സ്കില്ലുകളല്ല, ഏകദേശം 10ഓളം വ്യത്യസ്തമായ എപ്പോഴും പ്രയോജനപ്പെടുന്ന സ്കില്ലുകളാണ് പഠിച്ചെടുത്തിട്ടുള്ളത്. ചാനലിന് നേരിട്ട് വേണ്ട ഡിസൈനിങ്, വീഡിയോ എഡിറ്റിങ്, ഓഡിയോ എഡിറ്റിങ്, വോയിസ് ഓവർ, കൃത്യമായി സംസാരിക്കാനുള്ള കഴിവ്, ക്യാമറയിൽ നോക്കി സംസാരിക്കാനുള്ള കഴിവ്, സ്ക്രിപ്റ്റ് എഴുതാനുള്ള കഴിവ്, SEO ചെയ്യാനുള്ള കഴിവ്, നല്ല ടൈറ്റിലുകളും മറ്റും എഴുതാനുള്ള കഴിവ്. ടൈറ്റിലുകൾ എഴുതുന്നത് നിസ്സാരമായ കാര്യമാണെന്ന് തോന്നുമെങ്കിലും ഇതൊരു കലയും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന മേഖലയിൽ പ്രയോജനപ്പെടുന്ന ഒരു സ്കില്ലും കൂടെയാണ്. യൂട്യൂബുമായി ബന്ധപ്പെട്ട ഇത്തരം കഴിവുകൾ മാത്രമല്ല, നമ്മൾ ഏത് മേഖലയിലാണോ ആ മേഖലയെക്കുറിച്ചാണ് നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുള്ളതെങ്കിൽ അതിനെക്കുറിച്ചുള്ള ധാരാളം അറിവുകളും നമ്മുടെ വർദ്ധിക്കുന്നതാണ്. ഫിറ്റ്നസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഫിറ്റ്നസ് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ആ മേഖലയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ വീഡിയോകൾ തയ്യാറാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ തൊഴിൽ മേഖലയിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുന്നതാണ്. ഇനി രണ്ടാമത്തെ ഏറ്റവും ആകർഷകമായ 2 കാര്യങ്ങളാണ് പണവും സ്റ്റാറ്റസും കിട്ടാനുള്ള സാധ്യത. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടുന്ന ജോലികൾ വളരെ കുറവാണ്. നല്ല വരുമാനം കിട്ടുന്ന ജോലികൾ പലതുമുണ്ടെങ്കിലും അതിനോടൊപ്പം ഫേമസ് ആകാൻ കൂടെ സാധ്യതയുള്ള ചുരുക്കം ചില മേഖലയിലൊന്നാണ് സിനിമാ മേഖല പോലെ തന്നെ യൂട്യൂബ്. ഇതൊരു ബിസിനസ് അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള മാർഗമായിട്ട് ഉപയോഗിച്ചാലും വളരെ പ്രയോജനം നൽകുന്ന ഒന്നാണ്. ഇതിനുവേണ്ടി വലിയ ഒരു യൂട്യൂബ് ചാനൽ വേണമെന്നൊന്നുമില്ല. അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ മാത്രം ലക്ഷ്യമാക്കാതെ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ കാണാവുന്നതാണ്. ചില സിനിമാ നടന്മാരും മറ്റും അഭിനയത്തിൽ നിന്നുള്ള വരുമാനം മാത്രം വരുമാനമായി ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ കുറച്ചുകൂടെ ബുദ്ധിയുള്ള ആളുകൾ അവരുടെ പ്രശസ്തി ഉപയോഗിച്ച് കുറേ ബിസിനസ്സുകൾ തുടങ്ങാനുള്ള മാർഗമായി അതിനെ ഉപയോഗിക്കുന്നതാണ്. അതിലും കൂടുതൽ ബുദ്ധിയുള്ളവരാണെങ്കിൽ നേരിട്ട് ബിസിനസ് ചെയ്യുന്നതിൽ ഇടപെടാതെ അതിന് അറിയാവുന്നവരെ ഏൽപ്പിച്ചിട്ട് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പരസ്യത്തിന് വേണ്ടി മാത്രം അവരുടെ പ്രശസ്തി ഉപയോഗിക്കുന്നവരാണ്. ഇനി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പ്രശസ്തി മാത്രമല്ലല്ലോ. നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയെക്കുറിച്ചുള്ള വീഡിയോകൾ ഇടുന്നതിലൂടെ നമ്മുടെ തൊഴിൽ മേഖലയിലും നമ്മുടെ ബിസിനസ് മേഖലയിലും നമ്മൾ കൂടുതൽ പ്രശസ്തി നേടുകയും അതിലൂടെ ധാരാളം അവസരങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയിൽ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷം സെറ്റിങ്സുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാവുന്നതാണ്.